ജനങ്ങൾക്ക്. അതിനിടയിലാണ് മഴയും ചോർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. കുട പിടിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആ ബുദ്ധിമുട്ട് എത്രയാണ് എന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നിതിൻ സേവ്യറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വർണ്ണാഭമായ ഓണാഘോഷത്തിന് അണിഞ്ഞൊരുങ്ങി തിരുവനന്തപുരം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണം വാരാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭദ്രദീപം തെളിയിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വിശിഷ്ടാതിഥികളെ, ഒരു മാരിടൈം ഹിസ്റ്ററി ഉണ്ട്. പോർച്ചുഗീസുകാർ വന്ന, ഡച്ചുകാർ വന്ന, ബ്രിട്ടീഷുകാർ വന്ന, ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാരിടൈം ഹിസ്റ്ററി, അത് മുഴുവൻ എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം കേരളത്തിലുണ്ടാവും. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ കുഞ്ചാക്കോ ബോബൻ വേദിയിലിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു ഫിലിം സിറ്റി നമ്മുടെ കേരളത്തിലുണ്ടാവും. നമ്മുടെ എല്ലാ അഭിമാനമായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട MT വാസുദേവനാഥ് സാറിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കൾച്ചറൽ പാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളത് ഉണ്ടാകും കേരളത്തിൽ. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബനായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. ഓണാഘോഷത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ താരം പുകഴ്ത്തുകയും ചെയ്തു. ടൂറിസം എവിടെയുണ്ടോ അവിടെ ലഹരിയുടെ ഒരു ആധിക്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തൂഫാൻ എന്ന പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ്. ജനസംഖ്യയുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ എണ്ണത്തിലല്ല, അതിലുള്ള ചെറുപ്പക്കാരുടെ എണ്ണത്തിലാണ്, ശക്തിയിലാണ് അത് അളക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു യുവതലമുറയെ ലഹരിയുടെ അടിമത്തത്തിലേക്ക് അവരെ വീഴുമ്പോൾ അതിൽ നിന്ന് അവരെ കരകയറ്റുവാനായിട്ട് ഏതെല്ലാം രീതിയിൽ അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് തൂഫാൻ പദ്ധതി.